ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 34 വർഷം ഞങ്ങൾ കേസ് നടത്തിയതിനു ശേഷം ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്ന് കണ്ടിട്ട് ഏറ്റവും കൂടിയ വില കൊടുത്ത് ഫറൂഖ് കോളേജിൽ നിന്നും തീറ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കേരള സർക്കാരിലേക്ക് കോടിക്കണക്കിന് രൂപ നികുതി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഭൂമി സ്വന്തമാക്കിയത്, രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കിയത്. അത് 2008 ഒരു നിസാർ കമ്മീഷൻ എന്ന് പറഞ്ഞ് വെച്ചിട്ട് അതിന്റെ ഓർഡർ ഞങ്ങൾ അറിയുന്നത് 2022 അതായത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ പ്രാബല്യത്തിൽ വരുന്നത്. ഇനിയിപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ട് ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. കാരണം ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് ഭൂമി വാങ്ങി സ്വന്തമാക്കിയത് ഇനിയൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി അതിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത് എന്ത് നീതിയാണ്? ഇതൊരു കാടത്ത നീതിയല്ലേ? അതിന് ഞങ്ങൾ യോജിച്ച് നിൽക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് വഖഫ് ബോർഡിന്റെ ആസ്തി വിവരക്കണക്കിൽ നിന്നും ഞങ്ങളുടെ ഈ ഭൂമി മാറ്റി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം. അതിന് കൗണ്ടർ അഫിഡാവിറ്റ് സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഒരു കമ്മീഷനെ വെക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നീതിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ല, ഞങ്ങള് 35 വർഷമായിട്ട് ഞങ്ങള് സർക്കാർ പറഞ്ഞ് വില കൊടുത്തത് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമിയാണല്ലോ. അത് എന്തിനാണ് ഇനിയും ഒരു കമ്മീഷൻ വെക്കുന്നത്? അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് അവകാശങ്ങളില്ലാതെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു രീതിയാണല്ലോ ഞങ്ങൾ കാണുന്നത്. അത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല. നിയമപരമായ പരിരക്ഷ ഞങ്ങൾക്ക് കരമടക്കാൻ വേണ്ടി നിയമപരമായ പരിരക്ഷ തന്നതാണ്. കരമടച്ചതാണെങ്കിൽ വഖഫ് പ്രോപ്പർട്ടിക്കാണ്. അപ്പൊ ആ കരമടക്കുന്നതുമായിട്ടുള്ള ആ ഒരു നിയമപരമായ പരിരക്ഷയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞ 3 വർഷമായിട്ട്. ഞങ്ങളുടെ തീരുമാനം, ഞങ്ങൾ അടിയന്തരമായിട്ട് യോഗം ചേരുന്നുണ്ട്. യോഗം ചേർന്നതിന് ശേഷം വികാരിച്ചനുണ്ട്, SNDP പ്രതിനിധികളുണ്ട്, അംബ്രോസ് പുത്തമിട്ടിൽ പിതാവുണ്ട്, ഭൂസംരക്ഷണ സമിതി നേതാക്കന്മാരും ധീവര സമുദായത്തിന്റെയും എല്ലാവരെയും കൂടി ചേർത്തിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ, നാളത്തെ രാവിലെ തന്നെ അതിന്റെ തീരുമാനങ്ങളുണ്ടാവും. ഇല്ല, ഞങ്ങളത് തീരുമാനിക്കും. ഇന്ന് ഞങ്ങൾ രാത്രിയിലും നാളെ രാവിലെയും മീറ്റിംഗ് ചേരുന്നുണ്ട്. നാളത്തെ പൊതുയോഗത്തിൽ അത് അറിയിക്കും. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കാണുന്നതിലല്ല പ്രസക്തി. ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ, അതായത് 2019 വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു വിട്ടു തരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ ഞങ്ങളോട് സംസാരിച്ച് സൗഹൃദം പങ്കിട്ടിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോണ്ടേ? ഞങ്ങൾ ഇപ്പൊ തന്നെ വളരെയധികം പ്രതിസന്ധിയിലായിട്ട് നിൽക്കുകയാണ്.